വാർത്താമാധ്യമ രംഗത്ത് ചുരുങ്ങിയ നാൾ കൊണ്ട് ശ്രദ്ധേയ സാന്നിധ്യമായ കേരള പ്രസ് ക്ലബിന്റെ ആസ്ഥാന ഓഫീസും പുതിയ പ്രസ് ക്ലബ് ഹാളുമാണ് പുനലൂരിൽ പ്രവർത്തനം തുടങ്ങിയത്. KSRTC ജംഗ്ഷനിലെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിലെ 3-ാം നിലയിലാണ് പ്രസ് ക്ലബ് പ്രവർത്തിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് നാസയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുനലൂർ നഗരസഭാ അധ്യക്ഷ ഗ്രേസി ജോൺ പ്രസ് ക്ലബ് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാരണം ഞാൻ നാളെ രാജിവെക്കുകയാണ്. അപ്പോൾ ആ രാജിവെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം എല്ലാ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ഈ റൂം ഉദ്ഘാടനം ചെയ്യാതെ ഇറങ്ങിപ്പോകുമ്പോൾ അത് മനസ്സിനെ ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു മുറി പ്രസ് ക്ലബിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ TV-യിലൊക്കെ പൊട്ടിച്ച് നടത്തുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. ഇവിടെ താഴെ മറ്റൊരു പ്രസ് ക്ലബിന് റൂം ഉണ്ടായിരിക്കുകയും നിങ്ങൾക്കില്ലാതെ വരികയും ചെയ്യുന്നൊരു വിഷമം നിങ്ങളെക്കാൾ അധികമായി ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇവിടെ താഴെ നടത്തണം, ഉടനെ തന്നെ അതേ സമയത്ത് അപ്പുറത്ത് നടത്താൻ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിലും പെട്ടെന്ന് നിങ്ങളത് ഉദ്ഘാടനം ചെയ്യണമെന്നും നാളെ ഞാൻ രാജിവെപ്പം നടന്നപ്പോഴേ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ നിങ്ങൾ എന്നോട് കാണിച്ച കാരണം ഞാൻ വളരാൻ അല്പമെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്നോടുള്ള സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ 4 പ്രാവശ്യം നെല്ലിപ്പള്ളി വാർഡിൽ ജയിച്ചു വന്നതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ആ ഓരോ പ്രാവശ്യവും വികസനങ്ങളെ പറ്റിയും എനിക്കെതിരെ ഒരു വാക്ക് പോലും എഴുതാത്ത നാട്ടിലെ വികസന പ്രവർത്തനങ്ങളും വികസന ആവശ്യങ്ങളും ജനങ്ങളിലും അധികാരികളിലും എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് ഗ്രേസി ജോൺ പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന നവത്സരാഘോഷം നഗരസഭാ ഉപാധ്യക്ഷൻ S. ബിജു ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരിലും രാഷ്ട്രീയ നേതാക്കളിലും ദുസ്വാധീനം ചെലുത്തി വശീകരിക്കുന്ന ശക്തികളെ കരുതിയിരിക്കണമെന്ന് S. ബിജു പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുശീല രാമചന്ദ്രൻ, പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. ഷാഹിർ ഷാ എന്നിവർ ചടങ്ങിൽ പുതുവത്സര സന്ദേശം നൽകി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അനിൽ പന്തപ്ലാവ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് AR ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. പുനലൂർ, അഞ്ചൽ, പത്തനാപുരം, തെന്മല, കുളത്തൂപ്പുഴ, കുന്നിക്കോട് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി മാധ്യമപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.